നമസ്കാരം. നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ട വാർത്തകളിലേക്ക് സ്വാഗതം. ഇത് വായനാകാലമാണ്. നാടകം വായനയെ പരിപോഷിക്കുന്ന വിവിധ പരിപാടികളാണ്. അതുകൊണ്ട് വാർത്തയിലും വായനാ വാർത്തകൾ മാത്രം നിറയുന്നു. വാർത്തയിലേക്ക് പോകും. നാളെ ജൂൺ 25 സമുദ്രസഞ്ചാരി ദിനം, ഡേ ഓഫ് ദ സീ ഫെയറർ. വെള്ളപ്പാണ്ട് ദിനമാണ്, വേൾഡ് വിറ്റിലേജ് അവയർനെസ് ഡേ. സുജേത കൃപാലിനി ജനിച്ചു. ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രഥമ വനിതാ മുഖ്യമന്ത്രിയാണവർ. 1908 ഇത്. ജീവചരിത്ര ശാഖയുടെ ഉപജ്ഞാതാക്കളിൽ ഒരാളായ മൂർക്കോത്ത് കുമാരൻ മദ്രാസിൽ അന്തരിച്ചു. 1939 ഈ വേർപാട്. ലോകബാങ്ക് പ്രവർത്തനം തുടങ്ങി. 1946 പ്രവർത്തനം തുടങ്ങിയത്. രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 1975 ഇത്. പോപ്പ് സംഗീത ഇതിഹാസം മൈക്കിൾ ജാക്സൺ അന്തരിച്ചു. 2009 ഇവിടെ വാങ്ങൽ. കപ്പൽ കയറാൻ തയ്യാറാകൂ, കാരണം ജൂൺ 25 നാവികരുടെ ദിനമാണ്. കോസ്റ്റ് ഗാർഡുകൾ മുതൽ നാവികസേനകൾ വരെ എല്ലാ മത്സ്യത്തൊഴിലാളികളും സമുദ്ര ജീവശാസ്ത്രജ്ഞരും ക്രൂയിസ് കപ്പൽ ക്യാപ്റ്റനും വരെയുള്ള എല്ലാ സ്ട്രൈപ്പുകളിലുമുള്ള നാവികർക്കുള്ള ദിവസമാണിത്. BC 3200 ആദ്യമായി രേഖപ്പെടുത്തപ്പെട്ട കടൽ യാത്ര നടത്തിയത്. ഈജിപ്ഷ്യൻ ഫറാവോ സ്നെഫ്രു ബാങ്ക്റോൾ ചെയ്തു. ഇന്ന് ആഗോള വ്യാപാരത്തിന് 90% കടൽ വഴിയാണ് നടക്കുന്നത്. കാരണം ഇതിപ്പോഴും ചരക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗമാണ്. എല്ലാ രാജ്യങ്ങളിലെയും മറൈൻ ബയോളജിസ്റ്റുകളും സമുദ്രശാസ്ത്രജ്ഞരും സമുദ്രത്തിന്റെ ആഴത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ അവരുടെ ജീവിതം സമർപ്പിച്ചു. കടൽ യാത്രക്കാർ സ്ഥിരമായി കടൽ വഴി യാത്ര ചെയ്യുന്നു. അവരെ സാധാരണയായി നാവികർ എന്ന് വിളിക്കുന്നു. പല നാവികരും ഷിപ്പിംഗ് വ്യവസായത്തിൽ ജോലി ചെയ്യുന്നു. അവർ ലോക വ്യാപാരത്തിന്റെ 90% ഉത്തരവാദികളാണ്. അവർ ഭക്ഷണം, ഇന്ധനം, അസംസ്കൃത വസ്തുക്കൾ, ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ എന്നിവ കടൽ വഴി കൊണ്ടുപോകുന്നു. നാവികരെയും അന്താരാഷ്ട്ര വ്യാപാരത്തെയും കുറിച്ച് പരിഗണിക്കേണ്ട മറ്റ് ചില വസ്തുതകൾ ഇതാ. 50,000 വാണിജ്യ കപ്പലുകൾ എല്ലാത്തരം ചരക്കുകളും കൊണ്ടുപോകുന്നു. 150-ലധികം രാജ്യങ്ങൾ വാണിജ്യ കപ്പലുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലെയും 1 ദശലക്ഷത്തിലധികം നാവികർ ലോകത്തിലെ നാവികസേനയെ നയിക്കുന്നു. നാവികരുടെ ജോലി വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അവരുടെ ജോലി എളുപ്പമുള്ള ഒന്നല്ല. അവർ വീട്ടിൽ നിന്ന് വളരെ കാലം അകന്നു നിൽക്കേണ്ടവരാണ്. തൽഫലമായി അവർക്ക് അവധി ദിനങ്ങൾ, കുടുംബ പരിപാടികൾ, ശവസംസ്കാര ചടങ്ങുകൾ എന്നിവ നഷ്ടപ്പെടുന്നു. കടൽ യാത്രക്കാർ പരുക്കൻ കാലാവസ്ഥയിലൂടെ സഞ്ചരിക്കുന്നു. പലപ്പോഴും കടലിലെ ക്രൂരമായ തിരമാലകൾ ഉൾപ്പെടുന്നു. നാവികർ അഭിമുഖീകരിക്കുന്ന മറ്റ് അപകടങ്ങളിൽ യുദ്ധമേഖലകളിലുള്ള യാത്ര, കടൽ കൊള്ളക്കാർ, ചില ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ശരിയായ ഇൻഷുറൻസ്, വൈദ്യചികിത്സയ്ക്കുള്ള നഷ്ടപരിഹാരം തുടങ്ങിയ അടിസ്ഥാന അവകാശങ്ങൾ ഇല്ലാതെ പോകാൻ ചില രാജ്യങ്ങൾ നാവികരെ നിർബന്ധിക്കുന്നു. ഒരു നാവികനോട് നന്ദി പറയുന്നതിനും അവർ അർഹിക്കുന്ന ബഹുമാനം കാണിക്കുന്നതിനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കണമെന്ന് അവരുടെ ഓൺലൈൻ ക്യാമ്പയിൻ എല്ലാവരോടും ആവശ്യപ്പെടുന്നു. മുൻ വർഷങ്ങളിൽ ഒരു ഓൺലൈൻ ഫോട്ടോ മത്സരം സംഘടിപ്പിച്ചിരുന്നു. നാളെ ജൂൺ 26 ഇന്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇലിസിറ്റ് ട്രാഫിക്കിംഗ്. 1987 ഡിസംബർ 7 42/112 പ്രമേയത്തിലൂടെ മയക്കുമരുന്ന് വിമുക്തമായ ഒരു അന്താരാഷ്ട്ര സമൂഹം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള പ്രവർത്തനവും സഹകരണവും ശക്തിപ്പെടുത്തുന്നതിനുള്ള ദൃഢനിശ്ചയത്തിന്റെ പ്രകടനമായി ജൂൺ 26 മയക്കുമരുന്ന് ദുരുപയോഗത്തിനും അനധികൃത കടത്തിനും എതിരായ അന്താരാഷ്ട്ര ദിനമായി ആചരിക്കാൻ ജനറൽ അസംബ്ലി തീരുമാനിച്ചു. കൂടുതൽ വിവരങ്ങൾ നാളെ. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. കേരളപുരം ഗവൺമെന്റ് ഹൈസ്കൂളിൽ വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലുള്ള സംയോജിത ശിശു സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി
ORC പദ്ധതിയുടെ ഭാഗമായി സൂബ പരിശീലനം നൽകി. ലേഖ ബിനേഷിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. PTA പ്രസിഡന്റ് ജെയ്സൺ തോമസ് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് ഇൻചാർജ് അജി നെൽസൺ, സ്കൂൾ കൗൺസിലർ ലറ്റീഷ ഫ്രാൻസിസ്, സ്റ്റാഫ് സെക്രട്ടറി രമ്യ രാജി എന്നിവർ സംസാരിച്ചു. ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ A+ നിങ്ങളുടെ സ്വപ്നമാണോ? ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസ്സുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴിമതിക്കാട്, ചൊവ്വള്ളൂർ. ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തി. ആറമൂർക്കട സെന്റ് തോമസ് LP സ്കൂളിന്റെയും കുണ്ടറ YMA ലൈബ്രറിയുടെയും ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടന്നു. ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം L. പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മിസ്ട്രസ് ബെറ്റി ജോൺ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ T. വിഷ്ണുരാജ് ബോധവൽക്കരണ ക്ലാസ് നൽകി. വിമുക്തി കൺവീനർ G. തോമസ് പണിക്കർ, YMA പ്രസിഡന്റ് രാജു സ്കറിയ, സെക്രട്ടറി ഫാദർ G. വർഗീസ് തരകൻ, സുരാജ് കോശി, PTA പ്രസിഡന്റ് ലിസി മോൾ, SRG കൺവീനർ ജൂലി ജോൺസൺ എന്നിവർ സംസാരിച്ചു. ജ്യോതിഷ് കുമാർ കുട്ടികൾക്ക് പുസ്തകങ്ങളും പത്രവാർത്തകളും പരിചയപ്പെട്ടു. പ്രാധാന്യം പുതിയ തലമുറകൾ നിശ്ചിത തീയതികളിൽ ഇത്തരമൊരു പരിപാടി നടക്കുന്ന സംവിധാനം മറ്റൊരിടത്തും കാണാൻ കഴിയില്ല. അത്രമാത്രം അക്ഷരത്തെയും സംസ്കാരത്തെയും സ്നേഹിക്കുന്ന ഒരു സമൂഹമാണ് കേരളം.
ആ സമൂഹമാക്കി കേരളത്തെ മാറ്റിമറിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച രണ്ട് വ്യക്തിത്വങ്ങളുടെ ചരമവും ജനനവുമായി ബന്ധപ്പെട്ടാണ് നാം ഈ ആചരണത്തിനുള്ള ദിവസങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അത് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളായിട്ട് ഞാൻ കേട്ടതില്ല. ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഒരുപക്ഷെ അറിയില്ല, കേരളത്തിന്റെ ഇപ്പോൾ ഇന്ത്യയുടെ തന്നെ വായനയുടെ അല്ലെങ്കിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവായി ആചരിക്കുന്ന PN പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. PN പണിക്കർ നിങ്ങൾ ആലോചിക്കണം. നിങ്ങളെപ്പോലെ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനായിരുന്നു, ഇതേപോലെ തൊഴിൽ സുരക്ഷിതത്വം ഉണ്ടായിരുന്നിട്ടില്ലാത്ത, ശമ്പളമില്ലാതിരുന്ന, യാതൊരുവിധ അനുകൂല സാഹചര്യവും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ സ്വന്തം നാട്ടിൽ വായനശാല സ്ഥാപിച്ചു. അതുമാത്രമല്ല, ഇന്നത്തെ പോലെ യാതൊരു ആധുനിക സംവിധാനങ്ങളും ഇല്ലാതിരുന്ന കാലത്ത് തന്റെ തന്റെ തുച്ഛമായ ശമ്പളവും തോളിലൊരു സഞ്ജീവൻചാർ പുസ്തകവുമായി ഗ്രാമാന്തരങ്ങളിൽ എല്ലാം സഞ്ചരിച്ച്, ഇന്നത്തെ പോലെ വാഹനങ്ങളില്ല, മൊബൈൽ ഫോണില്ല, ബസ് യാത്രയില്ല, ഇടയ്ക്കൊരു ചായ കുടിക്കാൻ ഹോട്ടലുകളില്ല, ഒന്ന് വിളിച്ചു പറയാൻ മൊബൈലില്ല, 10 രൂപ കടം വാങ്ങാൻ സുഹൃത്തുക്കളില്ല. എങ്ങെത്തും എന്ന് തിരിച്ചു വരാൻ കഴിയുമെന്ന് പോലും ഓർക്കാൻ കഴിയാതെ അദ്ദേഹം ഗ്രാമങ്ങളിലെല്ലാം സഞ്ചരിച്ച് വായനയുടെ പ്രാധാന്യവും വായനശാലയുടെ പ്രാധാന്യവും ഉയർത്തിക്കാട്ടി. കർഷക കൂട്ടായ്മ ഞാറ്റുവേല ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കർഷകർക്കായി കുണ്ടറയിൽ കൂട്ടായ്മയും പഠന ക്ലാസ് നടന്നു. മൃഗസംരക്ഷണവും പരിപാലനവും എന്ന വിഷയത്തെ കുറിച്ച് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ D. ഷൈൻകുമാർ ക്ലാസ് എടുത്തു. ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി രൂപീകരണവും പ്രവർത്തനങ്ങളും ലക്ഷ്യങ്ങളും എന്ന വിഷയത്തിൽ റിട്ടയർഡ് പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസറായ ഡോക്ടർ സ്റ്റാൻലി ചാക്കോയും ക്ലാസ് എടുത്തു. കമ്പനി ചെയർമാൻ ജോൺ ഫിലിപ്പ് കർഷകരിൽ നിന്ന് ഓഹരികൾ ഏറ്റുവാങ്ങി. മണികണ്ഠൻ പിള്ള, സുരേഷ് ലാൽ എന്നിവർ സംസാരിച്ചു. ആലുമൂടുകാർക്ക് ഇനി കുടിവെള്ളം വിലയ്ക്ക് വാങ്ങുന്നു. കുടിവെള്ളത്തിനു വേണ്ടി ആയിരങ്ങൾ പ്രതിമാസം മുടക്കിയിരുന്ന ആലുമൂടുകാരുടെ സമരങ്ങൾ ഒടുവിൽ ഫലം കണ്ടു. ജലവിഭവ വകുപ്പിനെയും കളക്ടറെയും സമീപിച്ചിരുന്നെങ്കിലും കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായില്ല. ഒടുവിൽ MLA ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ചതോടെയാണ് ജനങ്ങൾക്ക് ആശ്വാസമായത്. ജനകീയ സമിതി രൂപീകരിച്ച് 2 വർഷവും 3 മാസവും നടത്തിയ സമരത്തിനൊടുവിലാണ് പുതിയ കുഴൽക്കിണർ പ്രവർത്തന സജ്ജമായത്. ഇളമ്പള്ളൂർ പഞ്ചായത്ത് ആലുമൂട് മാമച്ചൻകാവിൽ PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ആലുമൂട്, അണ്ണാച്ചിമുക്ക്, വൈദ്യർമുക്ക്, എല്ലുകുഴി കോളനി എന്നീ ഭാഗങ്ങളിലെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമായി. പഞ്ചായത്ത് പ്രസിഡന്റ് റെജി കല്ലമ്പിള അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ജലജ ഗോപൻ, J. ശ്രീജിത്ത്, R. അനിൽകുമാർ, സാം വർഗീസ്, K. മിനി, L. ജലജകുമാരി, കുരീപ്പള്ളി സലീം എന്നിവർ സംസാരിച്ചു. ഈ പ്രകൃതി നാം കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. എങ്കിലും ഇതിലെ ചില പ്രതിഭാസങ്ങൾ ഇപ്പോഴും നമുക്ക് അത്ഭുതകരമാണ്. അങ്ങനെയുള്ള ഒന്നാണ് ഗീസറുകൾ. ഗീസറുകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് ഗീസർ? ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം. ഭൂമിക്കടിയിൽ നിന്നും ചൂടുവെള്ളവും നീരാവിയും വളരെ ഉയരത്തിൽ പുറത്തേക്ക് ചീറ്റിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസത്തെയാണ് ഗീസർ എന്ന് വിളിക്കുന്നത്. ആഗ്നേയ പ്രവർത്തന മേഖലകളിലാണ് ഇത് സാധാരണയായി കാണപ്പെടുക. ഭൂവൽക്കത്തിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ കൂടി വെള്ളം മുകളിലേക്ക് വരുമ്പോഴാണ് ഗീസറുകൾ ഉണ്ടാകുക. വിള്ളലുകൾക്കിടയിലൂടെ വെള്ളം മുകളിലേക്ക് വരുമ്പോൾ ഇടയ്ക്ക് അറകൾ ഉണ്ടായിരിക്കും. ഇവിടെ കെട്ടിനിൽക്കുന്ന വെള്ളം തിളച്ച് നീരാവിയാകും. സമ്മർദ്ദം വർദ്ധിച്ച് ഒരു ഘട്ടത്തിൽ ചൂടുവെള്ളവും നീരാവിയും കൂടി പുറത്തേക്ക് ചീറ്റുന്നു. ഇടവിട്ടാണിത് സംഭവിക്കുക. വടക്കേ അമേരിക്കയിലെ യെല്ലോസ്റ്റോൺ ദേശീയ പാർക്കിലെ ഗീസറുകൾ സുപ്രസിദ്ധമാണ്. പഴയ വിശ്വസ്തൻ എന്ന പേരിലറിയപ്പെടുന്ന ഗീസർ മണിക്കൂർ ഇടവിട്ട് ചീറ്റും. ദിവസത്തിൽ ഒരിക്കൽ ചീറ്റുന്നവയും 3-4 വർഷത്തിൽ ഒരിക്കൽ മാത്രം ചീറ്റുന്നവയും ഉണ്ട്. യെല്ലോസ്റ്റോൺ പാർക്കിന്റെ അടിയിൽ മാൻഡലിൻ ഒരു താപബിന്ദു ഉണ്ട്. ചൂടായ പാറയ്ക്ക് സാന്ദ്രത കുറവായിരിക്കുമല്ലോ. അതിനാൽ ഇവിടെ മാൻഡിൽ താഴികക്കുടം പോലെ ഉയർന്നിരിക്കും. ഇതിന്റെ ഫലമായി ഭൂവൽക്കത്തിന് കട്ടി കുറവാണ്. അതായത് യെല്ലോസ്റ്റോണിൽ അധികം ആഴത്തിലല്ലാതെ തന്നെ ചൂട് പാറയാണുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ചൂട് നീരുറവകളും ഗീസറുകളുമെല്ലാം കാണപ്പെടുന്നത്. 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്യന്മാർ ആദ്യമായി യെല്ലോസ്റ്റോണിൽ എത്തിയപ്പോൾ അവിടെ കണ്ട കാഴ്ച അവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ലോകത്തിലെ ആദ്യത്തെ ദേശീയ പാർക്ക് എന്ന ബഹുമതിയും യെല്ലോസ്റ്റോൺ പാർക്കിനുണ്ട്. മത്സ്യബന്ധനവല വിതരണം ചെയ്തു. പേരയം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള
ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്കുള്ള വല വിതരണ പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ 14 വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 40 മത്സ്യത്തൊഴിലാളികൾക്കാണ് അവരുടെ തൊഴിലിന് അനുയോജ്യമായ വലകൾ പ്രത്യേകമായി നൽകിയത്. വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ അധ്യക്ഷത വഹിച്ചു. വികസന സമിതി അധ്യക്ഷൻ ബി സ്റ്റഫോർഡ്, ക്ഷേമസമിതി അധ്യക്ഷ എൻ ഷേർലി, ആരോഗ്യ വിദ്യാ സമിതി അധ്യക്ഷ ലതാ ബിജു, പഞ്ചായത്ത് അംഗങ്ങളായ ബിനോയ് ജോർജ്, രജിതകുമാരി, വിനോദ് പാപ്പച്ചൻ, വൈ ചെറുപുഷ്പം, വി സുരേഷ്, സെക്രട്ടറി ജി ജ്യോതിഷ് കുമാർ, ഫിഷറീസ് ഓഫീസർ സി സുഭാഷ് എന്നിവർ സംസാരിച്ചു. കല്ലടയാറ്റിൽ മത്സ്യവിത്ത് നിക്ഷേപിച്ചു. കിഴക്കേക്കല്ലടയിൽ ഉൾനാടൻ ജലാശയങ്ങളിലെ മത്സ്യസമ്പത്തിന്റെ സംയോജിത പരിപാലനത്തിന്റെ ഭാഗമായി ഫിഷറീസ് വകുപ്പ് 2.5 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെ കല്ലടയാറ്റിൽ ഉപ്പൂട് കടവിൽ നിക്ഷേപിച്ചു. ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ ഉദ്ഘാടനം ചെയ്തു. കിഴക്കേക്കല്ലട പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ലാലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉഷാദേവി, കെ ആർ സന്തോഷ്, ഫിഷറീസ് ഓഫീസർ തസ്ലീമ, ഹാച്ചറി ഇൻചാർജ് ആര്യ ഉദയൻ, കോർഡിനേറ്റർ രശ്മി എന്നിവർ സംസാരിച്ചു. പുസ്തക പ്രദർശനം നടത്തി. മുളവന യുവശക്തി ലൈബ്രറിയിൽ പുസ്തകങ്ങളുടെ പ്രദർശനം നടന്നു. ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി ജി വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി വൈസ് പ്രസിഡന്റ് എസ് മുകുന്ദൻ, വി സജീവ്, സന്ധ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ബാലസംഘം ഏരിയാതല വായനാ പക്ഷാചരണം നടത്തി. ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ കുണ്ടറ ഏരിയാതല വായനാ പക്ഷാചരണം നടന്നു. ജില്ലാ സെക്രട്ടറി അതുൽ രവി ഉദ്ഘാടനം ചെയ്തു. കല്ലട കവിത്ര ഗ്രന്ഥശാലയിൽ നടന്ന സമ്മേളനത്തിൽ ആനന്ദു ഡി കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. ഏരിയ കൺവീനർ ജി ഗോപിലാൽ, മേഖലാ കൺവീനർ ബി അജിത്, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജി വേലായുധൻ എന്നിവർ സംസാരിച്ചു. ബാലസംഘം പ്രവർത്തകർ കവിതകളും അവതരിപ്പിച്ചു. മുളവന JMYMA ലൈബ്രറിയുടെ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി ജി വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി എക്സിക്യൂട്ടീവ് അംഗം ബി മധുസൂദനപിള്ള അധ്യക്ഷത വഹിച്ചു. കുണ്ടറ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സമിതി അധ്യക്ഷൻ വി വിനോദ്, ലൈബ്രറി സെക്രട്ടറി മുളവന രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ഷീന ജി പിള്ള, M കുഞ്ഞികൃഷ്ണപിള്ള എന്നിവർ സംസാരിച്ചു. പ്രതിഭാസംഗമം നടക്കും. പെരുമ്പുഴ CS വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭാസംഗമം സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച രാവിലെ 10-ന് പെരുമ്പുഴ സഹകരണ ബാങ്ക് ഹാളിൽ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി യശോദ ഉദ്ഘാടനം ചെയ്യും. ലൈബ്രറി പ്രസിഡന്റ് N തുളസീദാസൻ പിള്ള അധ്യക്ഷത വഹിക്കും. ഒരിടത്തൊരു സ്വർണ്ണ വ്യാപാരിയുടെ മകളുണ്ടായിരുന്നു. കാണാൻ അതിസുന്ദരിയായിരുന്നു. അവളെ തന്നേക്കാൾ വലിയൊരു വ്യാപാരിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ അവളുടെ അച്ഛൻ ആഗ്രഹിച്ചു. എന്നാൽ നാട്ടിലുള്ള ഒരു തൂപ്പുകാരനുമായി അവൾ പ്രണയത്തിലായിരുന്നു. അവരുടെ ബന്ധത്തെ അവളുടെ അച്ഛൻ എതിർത്തു. ഒരു കാരണവശാലും വിവാഹം നടത്തി കൊടുക്കില്ലെന്ന് അയാൾ തറപ്പിച്ചു പറഞ്ഞു. ഒടുവിൽ അവർ ഒളിച്ചോടാൻ തീരുമാനിച്ചു. അങ്ങനെയെങ്കിലും സന്തോഷമായി കഴിയാൻ അവൾ ആഗ്രഹിച്ചു. അങ്ങനെ പിറ്റേന്ന് അവർ ഒരുപാട് ദൂരെയുള്ള ഒരു നാട്ടിലേക്ക് ഒളിച്ചോടി. തന്റെ മകൾ പോയതിൽ ആ അച്ഛൻ അതീവ ദുഃഖിതനായി. മകളെ പിരിഞ്ഞിരിക്കുവാൻ അയാൾക്ക് സാധിക്കുമായിരുന്നില്ല. ഒടുവിൽ അയാൾ തന്റെ മകളെ തിരികെ വിളിക്കുവാൻ തീരുമാനിച്ചു. അതിനായി അയാൾ എല്ലാ പത്രങ്ങളിലും പരസ്യം ചെയ്തു. തിരികെ വന്നാലുടൻ നിങ്ങളുടെ വിവാഹം ചെയ്തു തരാമെന്ന സന്ദേശമായിരുന്നു അതിൽ. ഈ പരസ്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുകയും അവർ വീട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. അയാൾ അതീവ സന്തോഷവാനായി. അവരുടെ വിവാഹം നടത്താനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. വിവാഹത്തിനുള്ള വസ്ത്രമെടുക്കാനായി അവൾ തന്റെ ഭാവി വരന്റെ കൂടെ പുറപ്പെട്ടു. നിർഭാഗ്യവശാൽ അവരുടെ വണ്ടിയിൽ ഒരു ലോറി വന്നിടിക്കുകയും അവളുടെ കാമുകൻ സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെടുകയും ചെയ്തു. അവൾക്കൊരു പോറൽ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവളുടെ വസ്ത്രത്തിൽ മുഴുവൻ തന്റെ പ്രിയ കാമുകന്റെ രക്തം പുരണ്ടു. അവൾ അലമുറയിട്ട് കരയാൻ തുടങ്ങി. സംഭവമറിഞ്ഞ് അവളുടെ അച്ഛൻ വീണ്ടും ദുഃഖിതനായി. അവളാകട്ടെ ആ രക്തം പുരണ്ട വസ്ത്രവും കെട്ടിപ്പിടിച്ച് എന്നും ഒരേ കരച്ചിൽ. മാസങ്ങൾ പലത് കടന്നുപോയി. തന്റെ മകളുടെ ഈ അവസ്ഥ എങ്ങനെയെങ്കിലും മാറ്റണമെന്ന് അയാൾ ആഗ്രഹിച്ചു. തന്റെ സുഹൃത്തിന്റെ മകനെ കൊണ്ട് അവളുടെ വിവാഹം നടത്താൻ അയാൾ ഏർപ്പാട് ചെയ്തു. മനസ്സില്ലാ മനസ്സോടെ അവൾ സമ്മതിച്ചു. ഒരിക്കൽ അയാൾ ഉറങ്ങുമ്പോൾ സ്വപ്നത്തിലൊരു വൃദ്ധ പ്രത്യക്ഷപ്പെട്ടു. നിന്റെ മകളുടെ വസ്ത്രത്തിൽ പറ്റിയിരിക്കുന്ന കാമുകന്റെ രക്തക്കറ എത്രയും പെട്ടെന്ന് പൂർണ്ണമായും കഴുകിക്കളയണമെങ്കിലും ഇല്ലെങ്കിൽ വലിയൊരു അപകടം സംഭവിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. എന്നാൽ അയാൾ അത് അവഗണിച്ചു. അടുത്ത ദിവസം അവളുടെ അമ്മയുടെ സ്വപ്നത്തിലും അതേ വൃദ്ധ പ്രത്യക്ഷപ്പെടുകയും രക്തം 3 ദിവസത്തിനുള്ളിൽ കഴുകിക്കളയണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ അവരും അത് അവഗണിച്ചു.
പിറ്റേ ദിവസം മകളുടെ സ്വപ്നത്തിലും വൃദ്ധ ഇതേ കാര്യം ആവശ്യപ്പെട്ടു. ഇനി 2 ദിവസമേ ബാക്കിയുള്ളൂ എന്ന് അറിയിച്ചു. അവൾ ഉടനെ തന്നെ ഇക്കാര്യം തന്റെ മാതാപിതാക്കളോട് പറഞ്ഞു. അപ്പോൾ അവരും ഇതേ സ്വപ്നം കണ്ട കാര്യം അവളോട് പറഞ്ഞു. ഇതും കൂടി കേട്ടപ്പോൾ ഇത് സത്യമാണെന്ന് അവൾക്കുറപ്പായി. അവൾ ഭയന്ന് വിറച്ചു. വസ്ത്രമെടുത്ത് കഴുകാൻ തുടങ്ങി. എന്നാൽ രക്തക്കറ കളയാൻ സാധിച്ചില്ല. അടുത്ത ദിവസവും വൃദ്ധ സ്വപ്നത്തിൽ വന്ന് ഇനി 1 ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് മുന്നറിയിപ്പ് നൽകി. അവൾ അന്ന് വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. അവൾ രാത്രി തന്നെ വസ്ത്രമെടുത്ത് കഴുകാൻ തുടങ്ങി. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് ആ രക്തക്കറ മുഴുവൻ കഴുകിക്കളയാൻ സാധിച്ചില്ല. പെട്ടെന്ന് അവളുടെ വീടിന്റെ വാതിലിൽ ആരോ മുട്ടുന്നത് കേട്ട് അവൾ ഭയന്ന് വിറച്ചു. അവൾ പതിയെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ സ്വപ്നത്തിൽ വന്ന അതേ വൃദ്ധ. അവൾ ഭയന്ന് വിറച്ച് അലറിക്കരയുവാൻ തുടങ്ങി. വൃദ്ധ പതിയെ അവളുടെ അടുത്തെത്തി കയ്യിലൊരു പൊതി കൊടുത്ത് അവളെ നോക്കി ഇങ്ങനെ പറഞ്ഞു. ഇത് ക്ലീൻശ്രീ, ഒരു കുടുംബശ്രീ ഉൽപ്പന്നം. ഏത് കടുത്ത കറകളെ നീക്കും ഒരു വാഷിൽ തന്നെ. പാല് പോലെ വെണ്മ, തുണികൾ കേകും മേന്മ. ക്ലീൻശ്രീ ഉപയോഗിക്കൂ, കറകൾ മറന്നേക്കൂ. വായനാശീലം നല്ലതാ. ഇതെങ്കിലും മുഴുവനൊന്ന് വായിക്കാനുള്ള മനസ്സ് കാണിച്ചതിന് നന്ദി. നീളമുള്ള മെസ്സേജുകൾ വായിക്കുന്ന ശീലം കുറഞ്ഞു വരികയാണ് ഇക്കാലത്ത്. എന്നെ തപ്പണ്ട. ഇത് അയച്ചു തന്നവനെ നോക്കി ഞാൻ പുറപ്പെട്ടു കഴിഞ്ഞു. ഹാപ്പി വായനാശീലം. നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. നിങ്ങൾ ഓരോ നാളിലും ഞങ്ങൾക്ക് തരുന്ന സ്നേഹത്തിനും സഹകരണത്തിനും നാട്ടുവട്ടം ടീമിന്റെ നന്ദിയും ആദരവുമുണ്ട്. ഞങ്ങളുടെ 7ാമത്തെ സിനിമ ഈ മാസം 29-ന് ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ആശുപത്രി മുക്കിലുള്ള വേണൂസ് കോളേജിന്റെ ഹാളിലാണ് അതിന്റെ ആദ്യ പ്രദർശനവും അതിന്റെ യൂട്യൂബ് റിലീസ് നടക്കുന്നത്. നിങ്ങളെല്ലാവരും, അത് വി വിശ്വനാഥ് MLA ആണ് അതിന്റെ പ്രകാശനം നടത്തുന്നത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സിനിമ കാണാൻ എത്തണം. സിനിമയുടെ പേര് ഞാൻ നീ ഞാൻ. വ്യത്യസ്തമായ നിങ്ങൾ ഓരോരുത്തരും വീടുകളിൽ തീർച്ചയായും അനുഭവിക്കേണ്ട ഒരു കഥാതന്തു ഇതിലുണ്ട്. നിങ്ങൾ തീർച്ചയായും എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ നമുക്ക് വീണ്ടും നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ വീണ്ടും കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.